നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. DJ പാർട്ടിയൊക്കെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ DJ പാർട്ടിയുടെ മറവിൽ ലഹരി, അതും മാരക മയക്കുമരുന്ന്. കൊച്ചിയിലെ ക്രൂയിസ് കപ്പലായ നെഫർട്ടിറ്റിയിലെ ആഘോഷത്തിന് ശേഷം ഒരു സംഘം ചെറുപ്പക്കാർ നേരെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലേക്ക്. കടവന്തറയിലാണ് റാഡിസൺ ബ്ലൂ ഹോട്ടൽ. പിന്നീട് നമ്മൾ കേൾക്കുന്നത് കേരളം നടുങ്ങുന്ന ഒരു ലഹരിവേട്ടയുടെ കഥയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ ഒരു കൂട്ടം യുവാക്കളും യുവതികളും കുടുങ്ങുന്നു. അവരൊക്കെ സമൂഹത്തിൽ വളരെ മാന്യമായ നിലയിലുള്ളവർ. 8 പേരാണ് പോലീസ് പിടിയിലായത്. പിടിയിലായവരിൽ ഡോക്ടറും അഭിഭാഷകനും യുവതികളുമൊക്കെ ഉൾപ്പെടുന്നു. കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ അഭിമാനമാണ് നെഫർട്ടിറ്റി ക്രൂയിസ് കപ്പൽ. സർക്കാർ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗമൊന്നും അത്ര പെട്ടെന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടില്ല എന്ന് ഈ യുവാക്കളും യുവതികളും കരുതി. കപ്പലിൽ കർശനമായ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാണ് ലഹരിയുമായി നേരെ നെഫർട്ടിറ്റിയിലേക്ക് ഇവർ കയറിയത്. 5 മണിക്കൂർ കടലിലെ നൃത്തത്തിനും ആഘോഷത്തിനുമൊക്കെ ശേഷം ഇവർ നേരെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലേക്ക്. അവിടെ DJ പാർട്ടിയുടെ മറവിൽ മയക്കുമരുന്ന് ആസ്വദിക്കുകയായിരുന്നു ഈ കൂട്ടരുടെ ലക്ഷ്യം. റാഡിസൺ ബ്ലൂ ഹോട്ടലിലെത്തിയ ചിലർക്ക് ലഹരി കൈമാറാനും ഇവർ പദ്ധതിയിട്ടു. അവിടെ എത്തി ആഘോഷമൊക്കെ കഴിഞ്ഞ് ലഹരി കൈമാറി സുരക്ഷിത താവളത്തിലേക്ക് കടക്കാൻ അവർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റാഡിസൺ ബ്ലൂ ഹോട്ടലിലേക്ക് പോലീസ് എത്തി. ഈ സംഘത്തിൽ നിന്ന് കഞ്ചാവ്, കൊക്കൈൻ, മെത്താഫിറ്റമിൻ, എക്സ്റ്റൻസിഫിൽസ് എന്നിവ പോലീസ് കണ്ടെടുത്തു. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ലഹരിക്കണ്ണിയെയാണ് പോലീസ് പിടികൂടിയത്. ഇനി പോലീസ് പിടികൂടിയവരുടെ പശ്ചാത്തലം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് ഉടമയുമായ ഷാജി ഫെർണാണ്ടോ ഈ ലഹരി സംഘത്തിന്റെ തലവൻ. ഓസ്റ്റിൻ ജോസ് ഇയാളൊരു ബിസിനസ്സുകാരനാണ്. അഭിഭാഷകനായ രോഹിത് നായർ, ജിനോ മുരളി എന്ന കൊടുങ്ങല്ലൂർകാരൻ. അക്ബർ ഷാ ന്യൂട്രീഷനാണ് നൂറിനാട് വീട്. ദന്ത ഡോക്ടറാണ് ബെൻസി റൌത്തർ. കൊല്ലത്തുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് സെയ്തലവി ഫാത്തിമ. അമൽ റാവു ഏവിയേഷൻ വിദ്യാർത്ഥിയും. ഈജിപ്ഷ്യൻ രാജ്ഞി നെഫർട്ടിറ്റിയുടെ പേരിലുള്ള ഈ കപ്പൽ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഇടമാണ്. ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലഹരി സംഘങ്ങൾ തങ്ങളുടെ വിനിമയത്തിന് ഉപയോഗപ്പെടുത്തുന്നു. കുടുംബവുമായി ക്രൂയിസ് യാത്രയ്ക്കെത്തുന്ന ആളുകളെയാണ് ഇത്തരം ലഹരി സംഘങ്ങൾ പലപ്പോഴും അപകടത്തിലാക്കുന്നത്. കൊച്ചിയിലെ പ്രധാന ലഹരി ഇടനാഴികളായി പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ക്രൂയിസ് കപ്പലുകളുമൊക്കെ മാറ്റിയെടുത്തിരിക്കുന്നു ലഹരി സംഘം. ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി. ഒരു പള്ളി സെമിത്തേരിയിൽ അതിക്രമിച്ചു കയറി റീൽ നിർമ്മാണവും ലഹരി ഉപയോഗവുമൊക്കെ ചെയ്ത ഒരു സംഘം യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂന്തോപ്പ് സ്വദേശികളായ സച്ചിൻ സഞ്ജയ്, വെള്ളക്കിണർ സ്വദേശി അൻസിൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നെഹർഷാദ് എന്നൊരാളെ കൂടി ഇനി പിടിയിലാകാനുണ്ട് എന്ന് പോലീസ് പറയുന്നു. 20-ാം തീയതി പുലർച്ചെ ആലപ്പുഴ പൂന്തോപ്പ് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി സെമിത്തേരിയിലേക്കാണ് ഇവർ വെളുപ്പാങ്കാലം 2 മണിക്ക് അതിക്രമിച്ച് കയറിയത്. പിന്നീട് റീൽ ചിത്രീകരിച്ചും ലഹരി ഉപയോഗിച്ചുമൊക്കെ അവർ അവിടെ അടിച്ചു പൊളിച്ചു. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കുരിശ് തലകീഴായി പിടിച്ചായിരുന്നു ഇവരുടെ റീൽസ് നിർമ്മാണം. മതവികാരം വ്രണപ്പെടുത്തിയതിനുൾപ്പെടെ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് ഈ സംഘത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയും പരിസര പ്രദേശങ്ങളുമൊക്കെ ലഹരി സംഘങ്ങളുടെ ഇഷ്ടതാവളങ്ങളായി മാറുന്നു. കൊച്ചിയിലെ ലഹരി വേട്ടയിപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് വളരുന്നു. പിടിയിലായവരിൽ നിന്ന് കണ്ടെടുത്ത കൊക്കെയിൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ വിദേശത്ത് നിന്ന് നേരിട്ടെത്തിയത്. വൻകിട ലഹരി ശൃംഖലകളുടെ സഹായമില്ലാതെ ഇത്തരം മാരക മയക്കുമരുന്നുകൾ ഇവിടെ എത്താനിടയില്ല എന്ന് പോലീസ് കരുതുന്നു. ഇതിനെ തുടർന്ന് കസ്റ്റംസിന്റെ ഉൾപ്പെടെ അന്വേഷണമാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. വിദേശത്ത് നിന്നുള്ള പാക്കിംഗ് രീതിയും ലഹരി മരുന്നിന്റെ ഉയർന്ന ഗുണനിലവാരവും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴിയോ അല്ലെങ്കിൽ കടൽ മാർഗമോ ആവാം ഇവ കേരളത്തിലേക്ക് എത്തിയത്. പിടിയിലായവരിൽ പ്രധാനി തിരുവനന്തപുരം സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോൺ കൊച്ചിയിലെ നിശ പാർട്ടികളിലും ക്രൂയിസ് പാർട്ടികളിലുമൊക്കെ പ്രധാന സംഘാടകനാണ്. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ മറവിൽ ലഹരി മാഫിയയെ കൊച്ചിയിൽ ചുവടുറപ്പിക്കാൻ സഹായിക്കുന്ന പ്രവൃത്തികളാണ് ഷോണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പോലീസ് സംശയിക്കുന്നു. ലഹരി വിപണിയിൽ ഷോൺ എന്ന് തന്നെയാണ് ഇയാൾ അറിയപ്പെടുന്നത്. നിരവധി ക്രൂയിസ് പാർട്ടികൾ നേരത്തെയും ഷോൺ സംഘടിപ്പിച്ചിട്ടുണ്ട്. കപ്പലുകളിലെ യാത്രയ്ക്കിടെ സുരക്ഷാ പരിശോധനകൾ കുറവാണ് എന്ന സാഹചര്യം മുതലെടുത്താണ് ഇവരുടെ ഈ നീക്കങ്ങൾ. കഴിഞ്ഞ വർഷം ഷാജി ഫെർണാണ്ടസ് മറ്റൊരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരുന്നു. ഒരു ക്രൂയിസ് ആഫ്റ്റർ പാർട്ടി.
എന്നാൽ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം ഈ പ്രോഗ്രാം തകർത്തു. പലപ്പോഴും ഹോട്ടലുകളിൽ DJ പാർട്ടിക്ക് ശേഷം ആഫ്റ്റർ പാർട്ടി എന്ന പേരിൽ ഇത്തരം ലഹരി സംഘങ്ങൾ ഒത്തുചേരും. അതിൻ്റെ ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ലഹരി സംഘം ഹോട്ടലിൽ ഒത്തുചേർന്നത്. എന്നാൽ അതിമാരകമായ ലഹരി മരുന്ന് കേസിൽ പിടികൂടിയിട്ടും ഈ 8 പ്രതികൾക്കും പോലീസ് ജാമ്യം നൽകി. കൊക്കെയിൻ പോലുള്ള മാരക മയക്കുമരുന്നുകൾ പിടികൂടിയ കേസിൽ പ്രതികൾ മണിക്കൂറുകൾക്കകം പുറത്തിറങ്ങിയത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുന്നു. പിടിച്ചെടുത്ത ലഹരി മരുന്ന് നിയമപരമായ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിക്ക് താഴെയാണ് എന്ന കാരണം പറഞ്ഞാണ് പോലീസ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ലഹരി മാഫിയ ഇത്തരം നിയമപരമായ പഴുതുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ പഠിച്ചാണ് ഇവരുടെ ഓപ്പറേഷൻ. പിടിയിലായ സംഘത്തിൽ ഡോക്ടറും അഭിഭാഷകനും യുവതികളുമൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കേസിനെ കൂടുതൽ ഗൗരവ തലത്തിലാക്കുന്നു. കൊച്ചിയിലെ ലഹരി മാഫിയകളുടെ ആഡംബര പാർട്ടികളുടെ പിന്നാമ്പുറം പരിശോധിക്കാനൊരുക്കുകയാണ് ഇപ്പോൾ പോലീസ്. ലഹരി മരുന്നുകൾ എത്തിച്ചതിന്റെ പണമിടപാടുകൾ എങ്ങനെയെന്നുള്ള പരിശോധനയും പോലീസ് തുടങ്ങി. എന്നാൽ കസ്റ്റംസ് ഈ കേസ് ഏറ്റെടുക്കുന്നതോടെ കേസിന് മറ്റ് മാനങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തം. അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന പരിശോധനയാണ് കസ്റ്റംസിന്റെ മുഖ്യ ലക്ഷ്യം. ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും കഴിയും. ഷാജി ഫെർണാണ്ടോയുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വഴി നേരത്തെ നടന്ന പ്രോഗ്രാമുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നഗരങ്ങളിലുള്ള ഹൈ പ്രൊഫൈൽ ലഹരി പാർട്ടികൾ ഇപ്പോൾ കൊച്ചിയിലേറി വരുന്നു. വാഗമൺ കേന്ദ്രീകരിച്ചും നിരവധി ലഹരി പാർട്ടികളും ആഫ്റ്റർ പാർട്ടികളുമൊക്കെ ദിനംപ്രതി എന്നോണം നടക്കുന്നു. ഇത്തരം ലഹരി പാർട്ടികൾക്ക് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള പലരുടെയും ഒത്താശയുണ്ട് എന്ന് വ്യക്തം. ലഹരി കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കസ്റ്റംസിന് കൈമാറുമെന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ പോലീസ് പിടികൂടിയ ഈ പ്രതികൾ നിരീക്ഷണത്തിലാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. മറുവശത്ത് പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ അത് പോലീസിനുണ്ടാക്കുന്ന നാണക്കേട് അത് വളരെ വലുതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.